വിനോദയാത്രയ്ക്കിടെ കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹം വെള്ളിയാഴ്ച നാട്ടിലെത്തിക്കും. 5 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം സ്വദേശികളായ സ്ത്രീകളും കുട്ടികളുമാണ് അപകടത്തിൽ മരിച്ചത്. അപകടം നടന്ന നക്രൂവിനടുത്ത് ഓൽക്കലോവ് ആശുപത്രിയിൽ വെച്ചാണ് മരിച്ച 5 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. മധ്യ കെനിയയിലെ ന്യാൻദറൂവ കൌണ്ടിയുടെ തലസ്ഥാനമാണ് ഓൽക്കലോവ്. ഇവിടെ നിന്നുമാണ് തലസ്ഥാനമായ നെയ്റോബിയിൽ മൃതദേഹങ്ങൾ എത്തിച്ചത്. എംബാമിംഗ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ നെയ്റോബി വിമാനത്താവളത്തിനടുത്തുള്ള ആശുപത്രിയിലാണ് സൂക്ഷിക്കുക. മകൻ ചെറിയൊരു ഇഞ്ചുറി മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. മകന് വേറെ പ്രശ്നമൊന്നുമില്ല. മരുമകളും അതുപോലെ തന്നെ കുട്ടി 1.5 വയസ്സുള്ള മകളും മരണപ്പെട്ടു. അപ്പം മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് ആവശ്യമായ നടപടികൾ എല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. തിരുവല്ല മല്ലപ്പള്ളി സ്വദേശി ഗീത ഷോജി ഐസക്, മൂവാറ്റുപുഴ കുറ്റിക്കാട്ടുചായിൽ ജസ്ന, ഏകമകൾ 18 മാസം പ്രായമുള്ള റൂഹി, പാലക്കാട് മണ്ണൂർ കാഞ്ഞിരംപാറയിൽ റിയ, മകൾ 8 വയസ്സുള്ള ടൈറ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. ഇവരുടെ പാസ്പോർട്ടും വിസയും മറ്റ് രേഖകളും റദ്ദാക്കുന്നത് അടക്കമുള്ള നടപടികൾ ഇനി പൂർത്തിയാക്കാനുണ്ട്. കൂടെയുള്ള എൻ്റെ മരുമോനും പേരക്കുട്ടിയും മകൻ പേരക്കുട്ടി ആൺകുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇഞ്ചുറികളോടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവർ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നെയ്റോബി ഹോസ്പിറ്റലിലാണ് ഇവർ 2 പേരും. അവരെ സഹായിക്കാൻ വേണ്ടി എൻ്റെ മോനോട് ദുബായിൽ നിന്ന് നെയ്റോബിയിലെത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ അവരെ കൂടെ ഉണ്ട്. ഇന്ന് ജോയലിനൊരു നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത് ഒരു സർജറി കൂടി ഉണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹത്തിന് സർജറി കഴിഞ്ഞ് അവരുടെ ഫിറ്റ്നസ്സും കൂടി നോക്കിയിട്ട് വേണം ഇങ്ങോട്ട് ഇതിനോടുകൂടെ അവർക്ക് തിരിച്ചെത്താൻ എന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത്. ദോഹയിലെയും കെനിയയിലെയും ഇന്ത്യൻ എംബസികളും മലയാളി സംഘടനകളും ചേർന്നാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത്. തുടർന്ന് വെള്ളിയാഴ്ചയുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഓൽക്കലോവ് ആശുപത്രിയിൽ തന്നെയാണ് പരിക്കേറ്റവരിൽ കൂടുതൽ പേരും കഴിയുന്നത്. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ നെയ്റോബിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 28 യാത്രക്കാരും 3 ഗൈഡുകളും വാഹനത്തിന്റെ ഡ്രൈവറുമടക്കം 32 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. മാതൃഭൂമി ന്യൂസ്, ദോഹ.